അവർ നിന്റെ ജനത്തിന്റെ നേരെ ഉപായം വിചാരിക്കുകയും തന്റെ ഗുപ്തന്മാരുടെ നേരെ ദുരാലോചന കഴിക്കുകയും ചെയ്യുന്നു. ആമേൻ. ഈ യാക്കോബിന്റെ മക്കളിൽ ദൈവം കണ്ട ഒരുവനായിരുന്നു യോസേഫ്. യോസേഫിന് ദൈവം ഭവനത്തിൽ നിന്ന് പുറത്തു ചാടിച്ചു. പ്രൈസ് ഗോഡ്. 2 സ്വപ്നങ്ങൾ കാണിച്ചിട്ടാണ് അവനെ പുറത്തു കൊണ്ടുവന്നത്. ആ സ്വപ്ന നിവർത്തിക്ക് വേണ്ടി ദൈവം അവനെ കൊണ്ടുപോകുമ്പോൾ 37-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം അതിന്റെ 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അവർ അവനെ ദൂരത്തുനിന്ന് കണ്ടിട്ട് അവനെ കൊല്ലേണ്ടതിന് അവൻ അടുത്ത് വരും മുമ്പേ അവന് വിരോധമായി ദുരാലോചന ചെയ്തു. അപ്പൊ തന്റെ ഗുപ്തന്മാർക്കെതിരായിട്ട് എന്തുണ്ട്? ദുരാലോചന ചെയ്യുന്നവരുണ്ട്. മറ്റാരുമല്ല, കൂട്ടു സഹോദരങ്ങളാ. അപ്പൊ അകത്തുമുണ്ടാകും പുറത്തുമുണ്ടാകും. കൂട്ടു സഹോദരങ്ങൾ എന്ത് ചെയ്യും? ദുരാലോചന ചെയ്യും. ഞാൻ പറയട്ടെ, കൂട്ടു സഹോദരങ്ങൾ ദുരാലോചന ചെയ്യുമ്പോൾ തിരിച്ചെന്ത് ചെയ്യണം? നമ്മുടെ സ്വഭാവം അനുസരിച്ച് തിരിച്ചു വെക്കണം. പക്ഷേ യോസഫ് എന്ത് ചെയ്യാൻ പോയില്ല. യോസഫ് ദൈവത്തിൽ മറഞ്ഞിരിക്കുകയാണ്. ദൈവം തന്ന സ്വപ്നത്തിനകത്താവൻ. ഹല്ലേലൂയ. ദൈവം എനിക്ക് നിങ്ങൾക്ക് ഒരു വാഗ്ദത്തം തന്നിട്ടില്ലേ? ആ വാഗ്ദത്തത്തിന്റെ അകത്താ ഞാനും നിങ്ങളും. സ്തോത്രം. ഹല്ലേലൂയ. പൗലോസിനോട് സ്തോത്രം, യെരുശലേമിൽ ശുശ്രൂഷിച്ചപ്പോൾ ദൈവം സാക്ഷ്യം പറഞ്ഞു, നീ യെരുശലേമിൽ ശുശ്രൂഷിച്ചത് എനിക്ക് തൃപ്തിയായി. അതുകൊണ്ട് നീ യെരുശലേമിൽ എന്നെ സാക്ഷീകരിച്ചതുപോലെ തന്നെ റോമയിലും എന്നെ സാക്ഷീകരിക്കണം. അടുത്ത് ദൂത് കൊടുത്തു. സ്തോത്രം. റോമയില് സാക്ഷ്യം പറയാനായിട്ട് പോകുന്നു. ഹല്ലേലൂയ. അപ്പൊ വിശ്വാസ കണ്ണുകൊണ്ട് പൗലോസ് റോമിൽ നിന്ന് യേശുവിനെ പ്രസംഗിക്കുന്നത് അങ്ങ് സ്വപ്നം കാണുക. അദ്രിയക്കടലിൽ കപ്പൽ തകരുമ്പോഴും ആ സ്വപ്നത്തിന് തകർച്ച വന്നില്ല. ആ സ്വപ്നത്തിന് തകർച്ച വന്നില്ല. എന്ത് ചെയ്തു? തകരുന്ന കപ്പലിലും 275 പേരുടെ ആശയൊക്കെയോ അറ്റുപോയപ്പോഴും പൗലോസിന്റെ പോയിട്ടില്ല. കാരണം റോമിൽ നിൽക്കുമെന്നുള്ളൊരു വാഗ്ദത്തത്തിന്റെ അകത്താ ഞാൻ. കപ്പലിനകത്താണെങ്കിലും ദൈവം തന്ന വാഗ്ദത്തത്തിന്റെ അകത്താ ഞാൻ. എത്ര പേർക്കത് തിരിച്ചറിയുന്നുണ്ട്? ദൈവം ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ പറ, ആ വാഗ്ദത്തത്തിന്റെ അകത്തന്നെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ വാഗ്ദത്തം നിവർത്തിക്കത്തക്കവണ്ണം എനിക്ക് ശക്തി തരുന്ന ഒരു ദൈവമുണ്ട്. ആ വാഗ്ദത്തം നിവർത്തിക്കത്തക്കവണ്ണം എനിക്കെതിരെയുള്ള സകല അപകടങ്ങളിൽ നിന്നും എന്നെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ.